السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والسلام على عباده النعمة أما بعد. റാഹത്തല്ലേ അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി വീണ്ടും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളേറെ കാത്തിരുന്നു ഇന്ന് പിറ കാണുമെന്ന്. ഇന്ന് ദുൽഹിജ്ജ 1 കരുതി. പക്ഷേ അള്ളാഹിന്റെ തീരുമാനം ദുൽഖഅദ 30 പൂർത്തിയാക്കി ഇന്ന് അസ്തമയത്തോടുകൂടി ഇൻഷാ അള്ളാഹ് നാളെ ഇന്നത്തെ രാത്രി ദുൽഹിജ്ജയുടെ ആദ്യ രാവാണ്. ഇനി സംശയമൊന്നുമില്ല. ഇന്ന് ഇൻഷാ അള്ളാഹ് പിറ കാണും. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ പിറ കാണുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് 30 പൂർത്തിയാക്കി. അപ്പൊ പിറ ഇന്ന് മഗ്രിബ് കഴിഞ്ഞാൽ ദുൽഹിജ്ജ 1 ആദ്യ രാവാണ്. ഏറെ മഹത്വമുള്ള, ഏറെ മഹാത്മ്യമുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദർബാറിലേക്ക്, അള്ളാഹുവിന്റെ ഹറമിലേക്ക് ഹാജമാർ, ഹജ്ജുമ്മമാർ, ഒരുപാട് ഉദ്ഹിയ്യ നിയത്താക്കിയവർ മനസ്സകങ്ങളിലേക്ക് വലിയ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ദുൽഹിജ്ജ മാസം, നമുക്ക് കാത്തിരുന്ന പ്രതിഫലങ്ങളുടെ പറുദീസയായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ആ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ നാം ശ്രദ്ധിക്കാനുള്ള ഇന്നത്തെ രാവിലും അതുപോലെ ആദ്യത്തെ 10-ലും അതുപോലെ ദുൽഹിജ്ജ മാസത്തിലും നാം ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് പിറ കണ്ട് ദുൽഖഅദ പൂർത്തിയാക്കി ഇന്ന് പിറ കണ്ട് ഇന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ദുൽഹിജ്ജ 1. ഈ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവ് നമ്മളെ കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളെ പറ്റി 12ഓളം കാര്യങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലായി ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആദ്യമായി ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമായി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അസ്തമയം നമ്മിലേക്ക് സമാഗതമായ നാം ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇക്റാം, ആദരിക്കണം. ദുൽഖഅദിനെ നമ്മൾ ആദരിക്കണം, ദുൽഹിജ്ജയെ നമ്മൾ ആദരിക്കണം. ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളിൽ 2 ദുൽഖഅദയും ദുൽഹിജ്ജയും. ദുൽഹജ്ജാണോ ദുൽഹിജ്ജയാണോ എന്നൊരു ചർച്ചയുണ്ട് ചില ആളുകൾക്ക്. ദുൽഹിജ്ജ എന്നാണോ പറയുക, ദുൽഹജ്ജ് എന്നാണോ പറയുക? യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ എന്ന മാസമാണ്, അതായത് ഹജ്ജുടയ മാസം. ദുൽഹിജ്ജ ഹജ്ജ് ഉടയ മാസം എന്നാണ് അറിയപ്പെടുക. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ 10 എന്നാണ് നമുക്ക് പെരുന്നാൾ. അപ്പൊ നമുക്ക് ഇന്ന് അസ്തമയം കഴിഞ്ഞ് പിറ കണ്ടാൽ നാളെ ദുൽഹിജ്ജ 1. അങ്ങനെ ദുൽഹിജ്ജ 1 മുതൽ 10 എന്നാണ് നമുക്ക് പെരുന്നാൾ കടന്നു വരിക. വരും ദിവസങ്ങൾ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ 12ഓളം ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ ആദരിക്കണം. ആ മാസത്തിൽ നാം ഹറാമുകളെ ഒഴിവാക്കി. ആ മാസത്തിൽ എന്നല്ല, എല്ലാത്തിലും നമ്മൾ പരിഗണിക്കണം. എന്നാലും ദുൽഹിജ്ജ മാസത്തിൽ നമ്മളൊന്ന് പരിഗണിക്കണം. ഹറാമുകളിൽ നിന്ന്, കറാഹത്തുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മളൊന്ന് വിട്ടു നിൽക്കണം. അത് ഖുർആൻ പറഞ്ഞ മാസമാണ്. അതിനെ നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിച്ച മാസങ്ങളെ ആദരിക്കൽ മിൻ തഖ്വല്ലാഹ്, അത് അള്ളാഹുവിന്റെ തഖ്വയിൽപ്പെട്ടതാണ്, ഈമാനിൽപ്പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിനെ ആദരിക്കണമെന്നാണ്. നമ്മൾ മനസ്സിൽ റമളാനിൽ ആ ഒരു പവിത്രത നമ്മുടെ കൽബിനുള്ളതുപോലെ ദുൽഹിജ്ജ മാസമാണ് എന്ന പവിത്രത നമ്മുടെ കൽബിലുണ്ടാകണം. രണ്ടാമത്തത്, ഞാൻ വേഗം പറഞ്ഞു കേട്ടോ, രണ്ടാമത്തത് ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. നമുക്കറിയാം പരിശുദ്ധമായ ഖുർആനിലെ എത്രയോ അത്ഭുതത്തിന്റെ സൂറത്തുകൾ. എന്നാലും മഹാരഥന്മാർ പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലാൻ പറഞ്ഞ, ഓതാൻ പറഞ്ഞ ചില സൂറത്തുകളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൽ അശ്ർ. 10 ദിവസങ്ങളെ കൊണ്ട് സത്യം. ഈ 10 ദിവസങ്ങൾ ഏതൊക്കെയാണ്? അത് ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണെന്ന് പറഞ്ഞവരാണ്. അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ ഈമാൻ വർദ്ധിക്കുമെന്നും ഈമാൻ സലാമത്താകുമെന്നും പ്രയാസ പ്രതിസന്ധികൾ മാറുമെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം. 2, സൂറത്തുൽ യാസീൻ. അതിന്റെ പ്രതിഫലം നമുക്കറിയാം, പറയേണ്ടതില്ല. സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. അതുപോലെ ഈ ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയും സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം പാരായണം ചെയ്താൽ ദാരിദ്ര്യം, കടം, കണ്ണേർ, സിഹിർ അങ്ങനെ തുടങ്ങി എല്ലാ മശക്കത്തുകളും മാറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ്, ഈ ആദ്യ 10 ദിനരാത്രങ്ങളിൽ ദിവസവും ഒരു ഹജ്ജ് സൂറത്ത് ഓതിയാൽ അവൻ ഹജ്ജ് ചെയ്യാതെ മരണപ്പെടൂല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തുകളൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുക. ഞാൻ പ്രധാനപ്പെട്ട സൂറത്തുകൾ പറഞ്ഞതാണ്. അവിടെ വാഖിഅ, മുൽക്ക്, അത് റഹ്മാൻ, ഇതൊക്കെ നമുക്ക് ഓതാം. എന്നാലും പ്രധാനപ്പെട്ട ചില സൂറത്തുകൾ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ രണ്ടാമത്തത് ഖുർആനുമായി ബന്ധമുണ്ടാകുക. മൂന്നാമത്തത് ദിക്റുകൾ അധികരിപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ നാവ് ദുനിയവിയായ സംസാരങ്ങൾ അതിക്രമിച്ചു പോയി. അതുകൊണ്ട് തന്നെ ആ നാവ് നമ്മൾ ദിക്റുകളിലായി, ദുആകളിലായി, തസ്ബീഹുകളിലായി, ഇസ്തിഗ്ഫാറിൽ അറിയാതെ
അറിയാവുന്ന ദിക്ർ, ഒരുപാടൊന്നും അറിഞ്ഞൂടാ. സുബ്ഹാനല്ലാഹ് അറിയാലോ, അൽഹംദുലില്ലാഹ് അറിയാലോ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന ദിക്റുകൾ കൊണ്ട് ഈ മാസത്തെ പരിഗണിക്കുക. അത് വലിയ പുണ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നാലാമത്തത്, എന്റെ പ്രിയമുള്ളവരെ, നോമ്പുകാരാകാൻ നമ്മൾ ശ്രമിക്കുക. നോമ്പുകാരെന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കഴിയുമെങ്കിൽ അത് പിടിക്കുക. അതിന് കഴിയില്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലെ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക. ഇനി അതിനും കഴിയില്ലെങ്കിൽ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ച ഒരു ദിവസമാക്കുക. അതിനും കഴിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അറഫ നോമ്പെങ്കിലും എടുക്കുന്നവരാവുക. അതിന്റെ മഹത്വവും മഹാത്മ്യവും വരും ദിവസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ദുൽഹിജ്ജ മാസം നോമ്പിലായി നോമ്പുകാരനായിരിക്കും ഒന്ന് സ്വീകരിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ അഞ്ചാമത്തെ നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോട്ടോ, വിശദീകരിക്കാത്തത് കുറഞ്ഞ സമയം നമുക്ക് വലിച്ചു നീട്ടി നിങ്ങളുടെ സമയം വെറുതെ കളയുന്നില്ല. അഞ്ചാമത്തെ നമുക്ക് നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നു, തക്ബീർ അധികരിപ്പിക്കുക. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയും നമ്മൾ എന്ത് ചെയ്യുക? അതല്ല, അയ്യാമത്തെ ശരീക്കിന്റെ 3 ദിവസങ്ങളും 13 ദിവസങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? തക്ബീർ, അതായത് ഉളുഹിയ മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലാം. നമസ്കാര ശേഷം ഇതൊക്കെ സുന്നത്താണ്. തക്ബീറുകൾ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ആറാമത്തത് ഹജ്ജും ഉംറയും ചെയ്യുക. നമുക്കറിയാം, അതിന് നമുക്ക് ചിലപ്പോൾ ഭാഗ്യം കിട്ടിക്കൊള്ളണം. അതിന് അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. പല ഹാജമാര് ഹജ്ജുമ്മമാൻ ഹറമിലേക്ക് യാത്ര പോകാൻ ഇരിക്കുന്നു. അവർക്കൊക്കെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ നിർവഹിക്കാൻ ഭാഗ്യം തരട്ടെ. അവ ഹജ്ജും ഉംറയും നിർവഹിക്കലാണ്. പക്ഷെ നമുക്കതിന് കഴിയില്ല. അള്ളാഹ് ഈ വർഷം തൗഫീക്ക് തന്നില്ല എങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കണം. ഈ കുന്നോളം ആഗ്രഹിക്കുമ്പോൾ കുന്നിക്കുറളം കിട്ടുമെന്നല്ലേ, നമ്മളിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കണം ഹജ്ജിനും ഉംറയ്ക്ക് പോകാൻ. അത് അള്ളാഹു ഭാഗ്യം തരുമെന്നാണ്. അതോടൊപ്പം തന്നെ ഏഴാമത്തത് ഉളുഹിയ കർമ്മം. കഴിയുന്നവർ ഉളുഹിയ കർമ്മത്തിൽ ഭാഗവാക്കാവുക. ഒരാടിനെയോ ഒരു മാടിനെയോ നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകുക. ഇനി അതിനും കഴിയുന്ന ഒരു ഷെയറിലെങ്കിലും നമ്മൾ ജോയിൻ ചെയ്യുക. ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. എട്ടാമത്തത് ദുആ അധികരിപ്പിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ് ഈ 10 ദിനരാത്രങ്ങളെന്ന് മറന്നു പോകാൻ പാടില്ല. നമുക്കൊരുപാട് സങ്കടങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്. അതെല്ലാം മാറാൻ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനരാത്രങ്ങൾ വലിയ അർത്ഥവത്താണ്, ഫലവത്താണ്. അതുകൊണ്ട് ദുആ നമ്മൾ അധികരിപ്പിക്കുക. ആ ദുആയിൽ ഈ സാധുവിനെയും കുടുംബത്തെ നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉത്തരം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ 9ാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫർള് നമ്മൾ നിസ്കരിക്കും. പക്ഷേ സുന്നത്ത് നമ്മൾ അലംഭാവം കാണിക്കുന്നവരാണ്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബൈക്ക് നിസ്കരിക്കും. പക്ഷെ മുമ്പ് ചിലപ്പോൾ നിസ്കരിക്കും, ശേഷം നമ്മൾ നിസ്കരിക്കൂല. ചിലപ്പോൾ ശേഷം നിസ്കരിക്കും, മുമ്പ് നിസ്കരിക്കൂല. അല്ല, ഈ ദുൽഹിജ്ജ മാസത്തിൽ എന്നല്ല, എപ്പോഴും നല്ലതാണ്. എന്നാലും ഈ ദുൽഹിജ്ജയെ ആദരിക്കുന്നതിന്റെ പേരിൽ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന് മുമ്പും ശേഷവും, അതുപോലെ ദുഹാ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും തസ്ബീഹ് നിസ്കാരമൊക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചാൽ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുന്നതാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ 10ാമത്തത് സ്വതക്ക നൽകുക. നമുക്കറിയാവുന്നവർ, നമുക്കറിയാം, നമ്മുടെ വാട്സപ്പ് തുറന്നാൽ എത്രയോ ചികിത്സാ സഹായങ്ങൾ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാനുണ്ട്. നമുക്ക് നമ്മുടെ സാമ്പത്തികം നമുക്കറിയില്ല, അറിയൂ, ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. ഉള്ളതിൽ നിന്നൊരല്പ സ്വതക്ക കൊടുക്കുക. ഈ ദുൽഹിജ്ജ മാസത്തിൽ അത് വലിയ പുണ്യമാണ്. ദിവസം ഒരു 100 രൂപ വെച്ച് കൊടുത്താൽ മതി. 10 ദിവസം 1000 രൂപ. അത് അള്ളാഹ് തരുന്നതല്ലേ. അങ്ങനെ സ്വതക്ക ചെയ്യുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. 11ാമത്തത് കുടുംബ ബന്ധം ചേർക്കുന്നവരൊക്കെ പിണങ്ങല്ലേ, പിണക്കം നമ്മൾ ചേർത്ത് പിടിക്കല്ലേ. പിണങ്ങുന്നവരെ നമ്മൾ ഇണക്കണം. അവരോടൊന്ന് പോയി മിണ്ടണം, സലാം പറയണം, പൊരുത്തം ചോദിക്കണം. പാപ്പമാരെ, ഉമ്മമാരെ, പിണങ്ങിയിരിക്കുമ്പോൾ മരിക്കാൻ ഇടവരരുതേ. അത് വലിയ പരാജയമാണ്. അള്ളാഹ് കാക്കട്ടെ. അതുകൊണ്ട് ഒരാളോടും പിണക്കം പാടില്ല, ഒരാളോടും ദേഷ്യം പാടില്ല, ഒരാളോടും വക്രത പാടില്ല, ഒരാളോടും വിദ്വേഷം പാടില്ല. തുറന്ന മനസ്സോടെ ഇല്ലാമനത്തല്ലാഹു ഖൽബൻ സലീമ, നല്ല ഹൃദയമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊണ്ടു നടക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. 12ാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, കുടുംബത്തിലോ അയൽവാസികളൊക്കെ രോഗികളുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കുക. ദുൽഹിജ്ജ മാസത്തിൽ അല്ലെങ്കിൽ രോഗസന്ദർശനം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ദുൽഹിജ്ജ മാസമാകുമ്പോൾ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഞാൻ വലിച്ചു നീട്ടി പറയണില്ല. 12 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ദുൽഹിജ്ജ കാത്തിരിക്കുന്നവരെ, ദുൽഹിജ്ജയെ സ്വീകരിക്കുന്നവരെ, ഈ 12 കാര്യങ്ങളും ആദരവിൽപ്പെട്ടതാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയമാണ് നമുക്കുള്ളത്. അത് ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്താൻ ഒരു കാരണമാണ്. ഷെയർ ചെയ്യുക. അള്ളാഹ് കബൂലാക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനലിനോടൊപ്പം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് വിനീതൻ നേതൃത്വം നൽകുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ്. അൽഹംദുലില്ലാഹ്, ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദർ ബദരീങ്ങളുടെ പേര് ചൊല്ലി മഹാന്മാരുടെ ചരിത്രം പാടിപ്പറഞ്ഞ ഹദ്ദാദ് റാത്തീബൊക്കെയായി 1.5 മണിക്കൂർ 9 മണി മുതൽ 10:30 മണി വരെ ആത്മീയ നിർവൃതി നൽകുന്ന ഒരു അത്ഭുതത്തിന്റെ സദസ്സാണ്. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സദസ്സ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ബദറിൻ തീരം എന്നാണ് ആ മജ്‌ലിസിന്റെ പേര്. രാത്രി 9
9 മണിക്കാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. നിങ്ങളെ ക്ഷണിക്കുന്നു. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം, മറന്നു പോകരുത്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രദാനിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആ മറന്നു പോകരുത്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.